ഹലോ ഗൈസ്, ഡാർക്ക് വൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് വന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സിവിക്ക് റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അത്ര വലിയ വർക്കൊന്നും അല്ല നമ്മൾ ചെയ്തേക്കുന്നത്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിവിക്കിൻ്റെ റിവീലാണ് കേട്ടോ ഇന്ന് നടക്കാൻ പോണേ. അപ്പോൾ രണ്ട് മച്ചാന്മാരിപ്പോൾ സിവിക്ക് എടുത്ത് വന്നേണ്ട് കേട്ടോ. രണ്ട് മച്ചാന്മാർ വന്നേണ്ട്. കുറേ ആൾക്കാർ വന്നേണ്ട്, അവരും കൂടി വരുന്നേ ഉള്ളൂ, ഇവിടെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, മറ്റവരെന്തായാലും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം നമ്മളെന്തായാലും അങ്ങനെ വെറുതെ വിട്ടേക്കാണ്. എന്തായാലും പോയത് പോട്ടെ. നമ്മൾ ഓൾഡ് എൽ സി അതേ വർക്ക് തന്നെ ഒന്നുകൂടി നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ വണ്ടിയുടെ വർക്കിലും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇന്നലത്തെ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നലത്തെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇന്നാണ് ഇപ്പോൾ ഫ്രീ കിട്ടിയത്. ഇന്നലെ നൈറ്റാണ് നമ്മൾ മീറ്റപ്പ് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറി ഇട്ട് അറിയിച്ചാർന്ന് കുറേ മച്ചാന്മാർ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ തന്നെ കണ്ടു നോക്ക് വീഡിയോ, അത്യാവശ്യം നല്ല രസമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ എനിക്കറിയാം, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പകുതി ആൾക്കാരും ലൈക്ക് ചെയ്യാതെ വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. അതൊക്കെ എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമാണ്. അപ്പോൾ ഗൈസ്, ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. അപ്പോൾ മച്ചാന്മാർക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ നിർത്താതെ വീഡിയോ ഇടണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോ ഇടും. എല്ലാവരും ഈ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാൻ ഇനി മുതൽ വീഡിയോ ഡെയിലി ഇടണോ അതോ എൻ്റെ വീഡിയോ രസമുണ്ടോ, അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെനിക്ക് ഇനി വീഡിയോ ഇടാനുള്ളൊരു ഇനി വീഡിയോ ഇടാൻ ടൈമായ വീഡിയോ ഇടുക എന്നുള്ളൊരു ഇതിൽ വരും കേട്ടോ. അപ്പോൾ ഈ അത്യാവശ്യം മച്ചന്മാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എവിടെ ഒരു ഡ്രോ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ട് ഒരു മച്ചാൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നു. ഇല്ല, ഞാൻ അങ്ങോട്ട് ചെന്ന് മച്ചാൻ കയറിയിട്ടില്ല കേട്ടോ. മച്ചാൻ കയറിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പോവാം. ഒരു റെഡ് ഫ്ലൈങ് സ്ക്വയറിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മീറ്റപ്പിൽ എല്ലാവരും വണ്ടി ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മീറ്റപ്പിൽ നമുക്ക് സെറ്റാക്കാം. പിന്നെ നമ്മൾ ഓൾഡ് എൽ സി അതേ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ARC ഇവിടെ ആ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. അവനക്ക് നല്ല ഇഷ്ടമാണ് വർക്ക്. അതുകൊണ്ട് ഞാൻ ആ വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ വീഡിയോയിൽ ചെറിയ ക്ലാരിറ്റി കമ്മിയൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്ന് ക്ഷമിക്കുക. അതാരാ? എടാ, MVD അല്ല വന്നേക്കുന്നേ. കാർ റിവ്യൂവിൽ MVD വന്നേക്കുന്നേ. ഓ, സീനാകുമെന്ന് അറിയത്തില്ല. സീനില്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു സീനുമില്ല ഗൈസ്. പിന്നെ നമ്മുടെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ടുണ്ട് നമ്മൾ കളിയിൽ നിന്ന്. അപ്പം നമ്മൾ റിവ്യൂവിൽ എന്തായാലും എല്ലാ റിവ്യൂവിലും അവിടെ അല്ല വെക്കാറ്. അപ്പം നമ്മൾ ഈ റിവ്യൂവിൽ മൊളിക് സോയിലിൽ വെക്കാൻ വിചാരിച്ച്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചേക്കാണ് കേട്ടോ. ഈ റിവ്യൂവിൽ നമ്മൾ മൊളിക് സോയിലിൽ സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ MVDയും കാര്യങ്ങളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ MVD ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ അത്യാവശ്യം എല്ലാവരും സിവിക്ക് എടുത്താണ് വന്നിരിക്കുന്നത്. 3-4 സിവിക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈയിടെയായിട്ട് റിവീൽ ചെയ്യുന്ന പാബ്ലോൻ്റെ സിവി കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ഒരു സ്ക്യൂഡ് ഗെയിമിൻ്റെ ടീമിലാണ് മച്ചാൻ പണിതേക്കുന്നത്. നമ്മൾ പാബ്ലോ ഉണ്ടാകുന്ന ഇതിൽ നമ്മൾ പാബ്ലോനെ വോയിസ് ഓവറൊക്കെ ചെയ്യിപ്പിച്ച് സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ MVD വരെ വന്നിട്ടുണ്ട് നമ്മളെ റിവീലിന്. നമുക്കപ്പോൾ റിവീലിലോട്ടാണ് കിടക്കാം കേട്ടോ. നമുക്ക് റിവീലിലോട്ടാണ് കിടക്കാം. നമ്മുടെ വണ്ടി എന്തായാലും അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് റിവീലിലോട്ട് കിടക്കാം. വണ്ടി അത്ര വലിയ വർക്കൊന്നുമല്ല നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർക്കാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഫാൻഡം എന്നാണ് നിക്നെയിം കൊടുത്തേക്കുന്നത്. ഞാൻ ഹൈഡിയോ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഹൈഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. മച്ചന്മാരെ മുന്നിലോട്ട് വണ്ടി കൊണ്ടുപോയിടാം. എടാ, റിയാക്ഷൻ കാര്യങ്ങളൊന്നും തരുന്നില്ലല്ലോ. എടാ, റിയാക്ഷൻ ഒന്നും ഇല്ലേ? എടാ, ഇവന്മാർ വണ്ടി കണ്ടില്ലേ? ഓ, കണ്ട് റിയാക്ഷൻ കിട്ടി തുടങ്ങി. വണ്ടി നോക്കാറുണ്ടെന്ന് തോന്നണം കേട്ടോ. ഞാൻ നോക്കിയില്ല. ഓ, ഇത്രയ്ക്ക് വലിയ റിയാക്ഷനോ? വണ്ടി കണ്ടിട്ടില്ല എന്ന് എനിക്ക് അറിയില്ല. അവർ വണ്ടി നോക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. അത് വണ്ടി എന്നാലും പറ്റുന്നിടത്താണ് നമ്മൾ പണിത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കയ്യിലായിട്ട് നമ്മൾ വണ്ടി പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴയ നിക്നെയിമിനെ കൊടുത്തേക്കുന്നത്. നിക്നെയിം നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ എല്ലാവരും നിക്നെയിം ഒന്ന് കമൻറ്റ് ചെയ്യുക.
അതിന് നല്ലൊരു നിക് നെയിം കമൻറ്റ് ചെയ്തിട്ട് ആ കമൻറ്റ് കിട്ടുന്ന നല്ലൊരു നിക് നെയിം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് നമ്മളൊരു കോയിൻ കാർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു കോയിൻ കാർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അത്യാവശ്യം നല്ല വർക്ക് തന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല റിയാക്ഷൻ കാര്യങ്ങളും കിട്ടിട്ടോ. മച്ചന്മാർ കുറച്ചൊക്കെ കയറി വരുന്നുള്ളൂ. ഇപ്പോൾ കയറി വരുന്നവരുണ്ട് കേട്ടോ. എല്ലാവരും സീൻ വർക്കാന്നൊക്കെ പറയുന്നുണ്ട്, അറിയത്തില്ല. നിങ്ങൾ തന്നെ പറ വണ്ടി രസമുണ്ടോ ഇല്ലെന്ന്. പിന്നെ ഈ മീറ്റപ്പിന് വന്ന എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. കാരണം നമ്മളിങ്ങനെ മീറ്റപ്പൊക്കെ വെക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഡെയിലി കയറി വരുന്ന കുറേ ആൾക്കാരുണ്ട്. സാത്താൻ എന്ന് പറഞ്ഞ ബ്രോ ഉണ്ട്. എൻ്റെ എല്ലാ മീറ്റപ്പിനും കയറാറുണ്ട് സാത്താൻ. പിന്നെ ആരെങ്കിലുമൊക്കെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നേക്കാണ് ബാക്കിയുള്ളവരുടെ നെയിം. പെട്ടെന്ന് ഞാൻ മറന്നേക്കാണ് കേട്ടോ ബാക്കിയുള്ളവരുടെ നെയിം. ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എല്ലാ മച്ചാന്മാരോടും താങ്ക്സ് കേട്ടോ. ഇനി നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീറ്റപ്പൊക്കെ വെക്കും. പിന്നെ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബസ് പണിയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ട്രാവൽ ഹബ്ബ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചപ്പോൾ ഒരു മച്ചാതെ മുകളിൽ കയറിയിരിക്കുന്നു. നമ്മൾ ട്രാവൽ ഹബ്ബ് തുടങ്ങിയാലോ എന്ന് ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ട്രാവൽ ഹബ്ബ് തുടങ്ങണോ വേണ്ടതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് വിചാരം ലൈക്ക് ചെയ്യാത്ത മച്ചന്മാർ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്ത് സെറ്റാക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓണാക്കി വെക്കുക. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടും. നോട്ടിഫിക്കേഷൻ അതിന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് എടുത്ത് കാണാം. എല്ലാവരും വണ്ടി സീനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗൈസ് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് നേരെ പറയാം. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫാൻഡം തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ നെയിം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി എല്ലാത്തിലും മീറ്റപ്പിലും പങ്കെടുക്കാൻ നോക്കുക. അപ്പോൾ ഗൈസ് ബൈ ട്ടോ.